ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 8ാമത്തെ അധ്യായമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരാണ് ക്രൈസ്തവ ജീവിതവും പരിസ്ഥിതി സംരക്ഷണവും. പാഠത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയായിരിക്കെ ഒരു ക്രൈസ്തവ ധാർമ്മികത പിന്തുടരുന്ന നമുക്ക് എങ്ങനെയാണ് പരിസ്ഥിതി സംരക്ഷണത്തെ അതുമായി ബന്ധിപ്പിക്കാനാവുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ 12 വർഷക്കാലം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ വിശ്വാസത്തെപ്പറ്റിയും വിശുദ്ധ കുർബാനയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ക്രൈസ്തവികതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു, മനസ്സിലാക്കി. അവ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും തുടങ്ങി. 12ാം ക്ലാസ്സിന് ശേഷം ഒരു വലിയ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന നാം, സമൂഹത്തിന്റെ നാനാ കോണുകളിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ജോലി മേഖലയിലേക്കും പ്രവേശിക്കുന്ന നാം, ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതി സംരക്ഷണം. നാം അംഗമായിരിക്കുന്ന ഈ ഭൂമി, ഈ പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ക്രൈസ്തവ ധാർമ്മികതയനുസരിച്ച് അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി അതിന്റെ വ്യത്യസ്തമായ മുഖം കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മെ പേടിപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്ന ഒരവസരത്തിലാണ് നാം ജീവിക്കുന്നത്. അതെല്ലാം പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിൽ വലിയൊരു പങ്ക് സൃഷ്ടിയുടെ മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യരായ നമുക്കുമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ വിവേകമില്ലാത്ത പ്രവൃത്തികളും ബുദ്ധിശൂന്യതയും പ്രകൃതിയെയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും വളരെയധികം താറുമാറാക്കി കഴിഞ്ഞു. നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. നാം ശുദ്ധവായു ശ്വസിക്കാനായി ഓക്സിജൻ പാർലറുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ അതെങ്ങനെയിരിക്കും? നാം സുലഭമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം സ്വർണത്തെക്കാളും വജ്രത്തെക്കാളും ഒക്കെ വിലപിടിപ്പുള്ള ഒരു കാലമായി മാറുന്നതിനെക്കുറിച്ച് ഒരു പ്രശസ്തനായ വ്യക്തി മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു കാലഘട്ടത്തിൽ ഭൂമിയിൽ യുദ്ധമുണ്ടാകാൻ പോകുന്നത് കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. ഭൂമിയോളം ക്ഷമിക്കുക എന്നൊരു പഴഞ്ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഭൂമിയിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അബ്സോർബ് ചെയ്യുന്ന, തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്ന, പ്രതികരിക്കാത്ത സർവം സഹയായ ഒരു വ്യക്തിത്വമായിട്ടാണ് ഭൂമിയെ നാം കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. പക്ഷേ ആ പഴഞ്ചൊല്ല് ഇപ്പോൾ നിരർത്ഥകമാണെന്ന് പറയാം. കാരണം മനുഷ്യന്മാരുടെ വിവേകരഹിതമായ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിക്ക് പലതും താങ്ങാനാവാതെ വന്നിരിക്കുന്നു. ഭൂമി പ്രതികരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പോറ്റമ്മയായി മാറേണ്ട ഭൂമിയും ഭൂമിയിലെ പ്രതിഭാസങ്ങളും നമ്മുടെ പ്രവർത്തികൾ മൂലം അതിന്റെ ഏറ്റവും ഭയാനകമായ ഭാവത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലും ലോകത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും. 2018 വെള്ളപ്പൊക്കം നമുക്ക് ആർക്കും മറക്കാനാവില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു തലമുറയ്ക്ക് തന്നെ ഓർമ്മയില്ലാത്ത വിധം, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കേരളം മുഴുവൻ തന്നെ വെള്ളത്തിനടിയിലാവുകയായിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് മഴക്കാലത്തും വേനൽക്കാലത്തും ഉണ്ടായിരുന്ന ആ ഒരു നിയതമായ ക്രമം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന മഴയുടെ തോതോ ആധിക്യമോ തീവ്രതയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മഴക്കാലത്തെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും നമുക്ക് പേടിയാകുന്ന ഒരവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് മനുഷ്യരായ നമ്മുടെ ചില പ്രവൃത്തികളിലേക്കാണ്. മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായി കാലാവസ്ഥാ വ്യതിയാനത്തെ കാണണമെന്നും ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഏറ്റവും ഉണർന്ന് പ്രവർത്തിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഏറ്റവും ഊർജിതമാക്കണമെന്നും ലോകത്താകമാനമുള്ള എല്ലാ ശാസ്ത്ര സമൂഹങ്ങളും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP എന്ന് പറയുന്ന അന്തർദേശീയ പ്രസ്ഥാനങ്ങളും ലോകരാഷ്ട്രങ്ങളും ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വിശ്വാസികളെ ബോധവത്കരിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനും നമ്മുടെ സഭയും വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. സഭയുടെ കാഴ്ചപ്പാടിൽ പരിസ്ഥിതി സംരക്ഷണം രോഗീ ശുശ്രൂഷ പോലെയോ അല്ലെങ്കിൽ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയോ ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവിപ്രവൃത്തിയായി ഓരോ വിശ്വാസിയും എടുക്കണമെന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ പ്രസ്താവന നടത്തുകയുണ്ടായത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ചും വളരെ പ്രശസ്തമായ 2 പ്രബോധനങ്ങൾ എഴുതിയ ഒരു മാർപ്പാപ്പയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ഈ പാഠത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, പരിസ്ഥിതിയോട് നാം ചെയ്യുന്ന തെറ്റ്
പരിസ്ഥിതിയെ നാം മലിനമാക്കുമ്പോൾ, പരിസ്ഥിതിയെ നാം ഉപദ്രവിക്കുമ്പോൾ അത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപമായി നാം ഓർക്കണമെന്നും അത് അങ്ങനെ പരിഗണിക്കപ്പെടണമെന്നും ഫ്രാൻസിസ് പാപ്പ 2016 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ വിഷയത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ് എന്താണ് പരിസ്ഥിതി എന്നുള്ളത്, എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ആശയം. പരിസ്ഥിതി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം ഒരേപോലെ സമരസപ്പെട്ട് കഴിയുന്ന വാസസ്ഥലങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളുമാണ്. അതായത് ജീവനുള്ള നാം മാത്രമോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചില വസ്തുക്കൾ മാത്രമോ ഉൾപ്പെട്ട ഒരു സ്ഥലമല്ല പരിസ്ഥിതി. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലെ, ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തവയുമായ എല്ലാം ചേർന്ന് ഒരു ബാലൻസിൽ പോകുന്ന സിസ്റ്റം, ആ ബാലൻസ് അല്ലെങ്കിൽ ആ സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ആ സന്തുലിതാവസ്ഥയെ മാറ്റാനോ തകിടം മറിക്കാനോ ഭൂമിയിലെ, പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്കും അവകാശമില്ല. അതിലെ ഓരോ കണ്ണിക്കും ഉണ്ടാകുന്ന വ്യതിചലനം ഈ ഭൂമിയിലെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയെയും അതിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും. ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിലല്ല പ്രപഞ്ചത്തിൽ ദൈവം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പര ആശ്രയത്തിൽ നിലകൊള്ളുന്ന വിധത്തിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് ഒന്നിൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ നിലനിൽപ്പിന് വേറൊന്നിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരത്തിൽ പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും പരസ്പരമുള്ള ആശ്രയത്തിൽ കഴിയുന്ന അവസ്ഥയെയാണ് സന്തുലിതമായ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതി എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ചലനം, അവയുടെ സൗന്ദര്യം, ക്രമം എന്നിവയിലൂടെയെല്ലാം ദൈവത്തെ തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെയും ദൈവത്തിൻ്റെ പരമമായ ശക്തിയെയും വെളിപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയിലും ജ്ഞാനത്തിലും പങ്കുപറ്റുന്ന മനുഷ്യന്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്ന, ദൈവത്തിൻ്റെ നന്മയിലേക്ക് വളരുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയെയും നന്മയെയും സംരക്ഷിക്കാൻ കടമയുണ്ട്. കാരണം വരാനിരിക്കുന്ന തലമുറകൾക്കുൾപ്പെടെ ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള മാർഗമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. നമുക്ക് ശേഷവും നാം മരിച്ച് മണ്ണടിഞ്ഞു പോയാലും ഇവിടെ വരാനിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കിട്ടുവാനും വേണ്ട മാർഗമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടവസ്തുവും. അതുകൊണ്ട് എന്നേക്കുമായി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെയും നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ അതിലെ ഒരു സൃഷ്ടിയായ മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ള ഏതൊരു വർഗത്തിനും അവകാശമില്ല. അത് പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റാണ്, പാപമാണ്. ദൈവികമായ ഈ നന്മയും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിൽ മനുഷ്യൻ സ്വാർത്ഥത മൂലം പലപ്പോഴും പരാജയപ്പെടുമ്പോൾ അതാണ് പരിസ്ഥിതി പ്രശ്നങ്ങളായി മാറുന്നത്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളിൽ പലതും ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ഞങ്ങൾക്ക് അതിനെ ഏതു വിധത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നും ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന്റെ സ്വാർത്ഥതയാകുന്നു. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നു. വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ സൗന്ദര്യത്തോട് ചോദിക്കുക, കടലിന്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, സ്വയം വികസിച്ച് പ്രസരിക്കുന്ന വായുവിന്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, ആകാശത്തിന്റെ സൗന്ദര്യത്തോട് ചോദിക്കുക. ഇവയെല്ലാം ഉത്തരം നൽകും, ഞങ്ങൾ സുന്ദരങ്ങളാണ്. കാരണം ഞങ്ങളെ സൃഷ്ടിച്ചത് മാറ്റമില്ലാത്തവനും പൂർണ്ണ സൗന്ദര്യവുമായ ദൈവമാണ് എന്ന്. എന്താണ് പരിസ്ഥിതി അഭിമുഖീകരിക്കുന്ന പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും പരിസ്ഥിതി പ്രശ്നങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതും ഏറ്റവും ഭീകരവുമായിട്ടുള്ളതാണ് ആഗോളതാപനം. രണ്ടാമത്തേത് പരിസ്ഥിതി മലിനീകരണം. ഇങ്ങനെയാണ് വളരെ ചുരുക്കി ഈ പ്രശ്നത്തെ നമുക്ക് തരംതിരിക്കാനാവുക. ഇതിലാദ്യമായി ആഗോളതാപനം എന്താണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആഗോളതാപനം എന്നുള്ളത് ഭൂമിയിലെ ശരാശരി താപനില അനിയന്ത്രിതമായ രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഭൂമിയുടെ ശരാശരി താപനില, ആവറേജ് ടെമ്പറേച്ചർ എന്നുള്ളത് ഭൂമിയിലെ കാലാവസ്ഥയെയും ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന അതീവ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ താപനില പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ഏകദേശം ഒരു പ്രത്യേക കാലഘട്ടം വരെ വളരെ മാറ്റമില്ലാതെ തുടരുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ വ്യവസായ വിപ്ലവം എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങിയതിന് ശേഷമാണ് ഈ താപനിലയിൽ വളരെ ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് നാം വിളിക്കുന്ന ആ കാലഘട്ടം ഏകദേശം 1700കളിലൂടെ 1700കളുടെ മധ്യത്തിൽ തുടങ്ങിയതാണ്. മനുഷ്യൻ എഞ്ചിൻ കണ്ടുപിടിക്കുന്നു, എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു, ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഭൂമിയിൽ അതിന്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള
ഗ്രീൻ ഹൗസ് വാതകങ്ങൾ, ഹരിത ഗൃഹവാതകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത്രയും നാൾ വരെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരുന്ന ഈ വാതകങ്ങൾ, അതായത് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത് ഭൂമിയിലെ സ്വാഭാവികമായ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആക്ടിവിറ്റികളുടെ ഭാഗമായി മാത്രം ഉണ്ടാക്കപ്പെട്ടിരുന്ന ഇത്തരത്തിലുള്ള വാതകങ്ങൾ മനുഷ്യൻ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് എഞ്ചിനുകൾ റൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതുപോലെയുള്ള മെഷീനറീസ്, യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയതായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങി. അത് ഭൂമിയുടെ സാധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നില്ല. നമുക്ക് ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഭൂമിയുടെ ആരംഭം മുതൽ 1850 വരെ, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ നമ്മൾ പറയുന്ന AD 1850 വരെയുള്ള കാലഘട്ടത്തിൽ ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, ഭൂമിയിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 280 ppm ആയിരുന്നു. അതായത് 280 പാർട്സ് പെർ മില്യൺ എന്നുള്ളതാണ് അതിന്റെ കണക്ക്. ppm എന്ന് പറഞ്ഞാൽ ഈ 280 പാർട്സ് പെർ മില്യൺ ആയിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഏകദേശം 1990-കളിൽ എത്തിയപ്പോൾ 360 പാർട്സ് പെർ മില്യൺ ആകുന്നു. 2014 ആകുമ്പോൾ 400 പാർട്സ് പെർ മില്യൺ ആകുന്നു. 2023 ആകുമ്പോൾ അത് 423 പാർട്സ് പെർ മില്യൺ ആകുന്നു. അതായത് ഭൂമിയുടെ ആരംഭം മുതൽ AD 1850 വരെ 280 പാർട്സ് പെർ മില്യൺ ആയിരുന്ന ഈ തോത് 200 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ ഇരട്ടി 420 പാർട്സ് പെർ മില്യൺ ആയി എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യാഘാതം എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുകയും പുറത്തേക്ക് അതിനെ വിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ നമ്മുടെ ഭൂമിയിൽ സാധാരണ ഉണ്ടാവുന്നതിൽ അധികം ഉണ്ടായാൽ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പ്രത്യേകത, ഇവ സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തെ കടത്തിവിടുകയും അതേസമയം ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശത്തെ വീണ്ടും പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ കടത്തിവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് താപം ഭൂമിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നു. അങ്ങനെ ഭൂമി അനിയന്ത്രിതമായി ചൂടാകുന്നു. പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് നാം വിളിക്കുന്ന പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്ട്സ് ആയ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം പ്രധാനമായും വാഹനങ്ങളിലും അതുപോലെയുള്ള യന്ത്രങ്ങളിലും ഉപയോഗിക്കുമ്പോൾ അതിന് തുല്യമായി തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നാം നടത്തുന്ന വനനശീകരണം, ഇതൊക്കെയാണ് ഈ വാതകങ്ങളുടെ ഉൽപാദനത്തിന് കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ഈ 420 പാർട്സ് പെർ മില്യൺ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അടുത്ത ഒരു 10-20 കൊല്ലത്തിന് ശേഷം അതിന്റെ തോത് എത്രയാവുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ഇപ്പോൾ തന്നെ ഭൂമിയുടെ ചൂട് അനിയന്ത്രിതമായി കൂടിക്കഴിഞ്ഞു. അത് എത്തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് വ്യവസായ വിപ്ലവം നടക്കുന്ന കാലഘട്ടം, അതായത് 1800-കൾക്ക് ശേഷം ഇന്നത്തെ കാലഘട്ടം വരെ എടുത്തു കഴിഞ്ഞാൽ 2 ഡിഗ്രി സെൽഷ്യസിലധികം ഭൂമിയുടെ ചൂട് കൂടരുത് എന്നുള്ളതാണ് ലോകവ്യാപകമായി ശാസ്ത്ര സംഘടനകളും രാഷ്ട്രങ്ങളും ചിട്ടയായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തീരുമാനം. അതായത് വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടം വരെ, അതായത് ഭൂമിയുടെ ആരംഭം മുതൽ AD 1800 വരെ ഭൂമിയിലെ ശരാശരി താപനിലയുടെ വർധനവ് 0-നും 0.5 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണെന്ന് വേണം അനുമാനിക്കാൻ. അതായത് ഒരു ടെമ്പറേച്ചർ റൈസ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ നമ്മുടെ പ്രവർത്തികൾ മൂലം ഭൂമിയിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കാനും നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കാനും വനം നശിപ്പിക്കാനും തുടങ്ങിയതിന് ശേഷം പിന്നീടുള്ള ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ ദിവസം വരെ എടുത്താൽ താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി എന്നുള്ളതാണ് രേഖപ്പെടുത്തിയ അളവുകൾ അനുസരിച്ച് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ വർഷങ്ങളായി കഴിഞ്ഞ വർഷങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ നമുക്ക് ഇനി 0.5 ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ നേരത്തെ പരിശോധിച്ച കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവനുസരിച്ച് ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ നമുക്ക് ഇനി വെറും കുറച്ച് കൊല്ലങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെയും യന്ത്രങ്ങളുടെയും പ്രവർത്തനങ്ങൾ അനുസരിച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. 2 ഡിഗ്രി സെൽഷ്യസ് ഭൂമിയിൽ കൂടുക എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഭൂമിയിലെ താപനില, ശരാശരി താപനില 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ തന്നെ അത് ലോകവ്യാപകമായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഓരോ ഡിഗ്രി സെൽഷ്യസ് വെച്ച് നമ്മുടെ താപനില കൂടുമ്പോഴും ലോകമാകമാനം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് അതിന്റെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതം. കൊടുങ്കാറ്റുകൾ, വരൾച്ച, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മുതലായവ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്.
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമുദ്രനിരപ്പിലെ വർധനവ്. ഭൂമിയിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നാൽ തന്നെ ഭൂമിയുടെ 2 ധ്രുവങ്ങളിലെയും, നിങ്ങൾക്കറിയാം ആർട്ടിക് അന്റാർട്ടിക് പോൾസിൽ ഭൂമിയെ മുഴുവൻ മൂടാനുള്ള ജലം മഞ്ഞായി ഘനീഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ. ഈ മഞ്ഞുപാളികൾ ഉരുകിത്തുടങ്ങി. ഈ ഉരുകൽ സമുദ്ര ജലനിരപ്പിന്റെ വർധനവ് പ്രത്യക്ഷമാക്കി കഴിഞ്ഞു. വർഷങ്ങൾക്കുള്ളിൽ അനേകം തീരപ്രദേശങ്ങൾ ഭൂമിക്കടിയിലാവുമെന്നും ജനങ്ങൾക്ക് തീരപ്രദേശങ്ങളിൽ നിന്ന് അകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നും പ്രത്യക്ഷമായ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമുദ്രതാപനം. ഈ ഹരിതഗൃഹവാതകങ്ങൾ മൂലമുണ്ടാകുന്ന ചൂട് ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്നത് സമുദ്രജലമാണ്. സമുദ്രജലം ചൂടാകുമ്പോഴാണ് അത് ഭൂമിയിലെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എൽ നിനോ പോലെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ഭൂമിയിലെ താപനില ആഗിരണം ചെയ്ത് സമുദ്രജലം അനിയന്ത്രിതമായി ചൂടാകുന്ന ഒരവസ്ഥയാണത്. ഈ സമുദ്രജലം ചൂടായ ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ടത്. സമുദ്രജലം ചൂടാകുന്നതിലൂടെയാണ് സമുദ്രോപരിതലത്തിലുള്ള ഒരു വലിയ എയർ കോളം ചൂടാകുന്നതും ആ എയർ കോളത്തിൽ ഉണ്ടാകുന്ന ചൂടിന്റെ പ്രത്യാഘാതങ്ങൾ അനുസരിച്ചാണ് അവിടെ ന്യൂനമർദ്ദങ്ങളും അതിമർദ്ദങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നതും. അതാണ് യഥാർത്ഥത്തിൽ ചുഴലിക്കാറ്റുകളുടെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഐ ഓഫ് സൈക്ലോണുകളായിട്ട് മാറുന്നതും. സമുദ്രത്തിൽ നിന്നാണ് എല്ലാ ചുഴലിക്കാറ്റുകളും ഉത്ഭവിക്കപ്പെടുന്നത്. അതുകൊണ്ട് സമുദ്ര ജലത്തിലെ താപനിലയിലെ ചെറിയ വർധനവ് മൂലം ലോകമാകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലും കാലാവസ്ഥ അതിഭയാനകമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചുഴലിക്കാറ്റുകളുടെ ഭീഷണി ഇല്ലാതിരുന്ന അറബിക്കടൽ തീരത്തും കേരളത്തിലുമൊക്കെ ഇപ്പോൾ ചുഴലിക്കാറ്റ് എന്നുള്ള പ്രതിഭാസം വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിലുണ്ടായ അനിയന്ത്രിതമായ താപനില വർധനവും വ്യതിയാനവുമാണ്. 1980കളുടെ അവസാനം മുതലുള്ള ഓരോ ദശാബ്ദത്തിലും, ഓരോ ഡെക്കേഡിലും സമുദ്രം 0.06 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ ചൂടായെന്നും ഇപ്പോഴത് ഏകദേശം 0.27 ഡിഗ്രി സെൽഷ്യസ് ആയി എന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും 50-100 വർഷങ്ങൾ കൊണ്ട് നടന്നതിനേക്കാൾ കൂടുതൽ വർധനവ് അടുത്ത 20-10 വർഷത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ അതിഭയാനകമായി ബാധിക്കുമെന്നുമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭൂമിയിലെ 1/3 ജീവിവർഗങ്ങൾക്കും വംശനാശം വരെ ഉണ്ടായേക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പ്രകൃതിയിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ തോത് പിടിച്ചു കെട്ടിയില്ലെങ്കിൽ, കുറച്ചില്ലെങ്കിൽ അത് ആത്മഹത്യാപരമായ ഒരു പ്രവൃത്തിയാണെന്നും നമ്മുടെ പ്രകൃതിയെ നാം തന്നെ ഇല്ലാതാക്കുന്ന വളരെ ഗുരുതരമായ ഒരു പാപമാണെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശ്വാസ പരിശീലന ഗ്രന്ഥം അതിൻ്റെ 2432 ഖണ്ഡികയിൽ പറയുന്നത് വളരെ അർത്ഥവത്താണ്. അത് തന്നെയാണ് ഈ കാര്യത്തിൽ ക്രൈസ്തവരായ നാം പിന്തുടരേണ്ട ധാർമ്മികതയും. അതായത് വ്യാവസായിക സംരംഭങ്ങളുടെ ഉത്തരവാദിത്തം വഹിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സാമ്പത്തികവും പരിസ്ഥിതിപരവുമായ അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലാഭങ്ങളുടെ വർധനവിൽ മാത്രമല്ല, വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും നന്മയിൽ കൂടി ശ്രദ്ധിക്കാൻ അവർക്ക് കടമയുണ്ട്. ഇതുതന്നെയാവണം ഈ വിഷയത്തിൽ നമ്മളും പിന്തുടരേണ്ട ധാർമ്മികത, ക്രൈസ്തവരെന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട നിലപാടും. അടുത്തതായി രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതാണ് പരിസ്ഥിതി മലിനീകരണം. അത് ഒറ്റവാക്കിൽ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയാമെങ്കിലും അത് വളരെ വിപുലമായി തരംതിരിക്കേണ്ട ഒരു വിഷയമാണ്. പരിസ്ഥിതി മലിനീകരണം എന്നുള്ളത് അർത്ഥമാക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് ഉൾക്കൊള്ളാനും സംസ്കരിക്കാനും പുനരുപയോഗിക്കാനും പറ്റാത്ത വിധത്തിൽ അത്രയും അധികം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രകൃതിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് അവ വിഘടിച്ചു പോവുകയോ മണ്ണിൽ അലിഞ്ഞു ചേരുകയോ ഇല്ലാതാവുകയോ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അവ കുമിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ അത് പരിസ്ഥിതിക്ക് ആവശ്യമില്ലാത്ത ഒരു കൂമ്പാരമായി മാറുന്നു. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തോതിലുള്ള ഒരു വലിയ സംഖ്യയായി മാറുന്നു. അത് പരിസ്ഥിതി മലിനീകരണമായി മാറുന്നു. അത് ഒരു സ്ഥലത്ത് കൂടിക്കിടക്കുക മാത്രമല്ല, നേരത്തെ നാം പറഞ്ഞതുപോലെ നാം കുടിക്കുന്ന വെള്ളം, നാം ശ്വസിക്കുന്ന വായു, നാം കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ പ്രകൃതിയിലെ എല്ലാ കണികകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന വിധത്തിൽ ഈ മാലിന്യ കൂമ്പാരം പ്രകൃതിയുടെ താളത്തെ തകിടം മറിക്കുന്നു. അങ്ങനെയാണ് പരിസ്ഥിതി മലിനീകരണം നമ്മളെ ഭയാനകമായി ബാധിക്കുന്നത്. ഈ പരിസ്ഥിതി മലിനീകരണത്തെ തരംതിരിക്കുകയാണെങ്കിൽ അതിനെ വായു മലിനീകരണം, ജലമലിനീകരണം, ശബ്ദ മലിനീകരണം, പ്രകാശ മലിനീകരണം, മണ്ണ് മലിനീകരണം, ആണവ മലിനീകരണം എന്ന്
പല വിധത്തിൽ നമുക്കതിനെ തരംതിരിക്കാവുന്നതാണ്. പ്രധാനമായും 6 വിധത്തിൽ. ആദ്യത്തെ പോയിന്റായ എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ഇത് പ്രധാനമായും നമ്മുടെയും ജീവിവർഗങ്ങളുടെയും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളും നമ്മുടെ ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന്റെ ഒരു പ്രത്യാഘാതമാണ്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ തലസ്ഥാനമായ ഡൽഹി. അവിടുത്തെ എയറിലെ പൊല്യൂഷൻ ഇൻഡെക്സ് പരിശോധിച്ചാൽ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളും അനുബന്ധ ഹെൽത്ത് എഫക്ട്സും ഉണ്ടായതിന്റെ കാരണം അവിടുത്തെ വായു അത്രയധികം മലിനീകരിക്കപ്പെട്ടത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ അത് പിടിച്ചു കെട്ടുന്നതിനുള്ള മാർഗങ്ങളായി വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഉപയോഗത്തിൽ വളരെയധികം പരിമിതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നമുക്കറിയാം. രണ്ടാമത്തേതാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. നാം ഉപയോഗിക്കുന്ന ജലം പ്രകൃതി സൃഷ്ടിച്ചതാണ്. പ്രകൃതിയുടെ നാച്ചുറൽ റിസോഴ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ജലത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ആ ജലത്തിലേക്ക് നാം ഒഴുക്കുന്ന മാലിന്യങ്ങളാണ് ആ ജലത്തെ മലിനീകരിക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള 1.5 ലക്ഷം കുട്ടികൾ പ്രതിവർഷം ജലമലിനീകരണം വഴിയുണ്ടാകുന്ന രോഗങ്ങളാൽ മരിക്കുന്നു എന്നുള്ളതാണ് ലോകവ്യാപകമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെയാണ് ശബ്ദ മലിനീകരണം. ശബ്ദം എങ്ങനെയാണ് മലിനീകരണമാകുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു 100 വർഷങ്ങൾക്ക് പിന്നോട്ട് ചിന്തിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദിവസത്തിൽ ഭൂമിയിൽ കേൾക്കുന്ന തീവ്രമായ ശബ്ദങ്ങളോ അത്രയും ആവൃത്തിയിലുള്ള ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ഡെസിബൽ റേറ്റിലുള്ള സൗണ്ട് വേവ്സോ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് പല രീതിയിൽ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. കേൾവിയെയും കേൾവി ശക്തിയെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ, അവയുടെ ജീവിതക്രമത്തെ എല്ലാം മനുഷ്യരുടെ, യന്ത്രങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളുടെ പ്രവർത്തന ഫലമായി ഭൂമിയിൽ ഉയർന്നു കേൾക്കുന്ന ഈ ശബ്ദങ്ങൾ ബാധിക്കുന്നു എന്നുള്ളത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യമാണ് പ്രകാശ മലിനീകരണം. പ്രകാശ മലിനീകരണവും ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, പ്രകാശ മലിനീകരണം എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 50-100 വർഷം പിറകോട്ട് ചിന്തിച്ചാൽ അതിനെ ഇന്നത്തെ നമ്മുടെ ഒരു പ്രസന്റ് ഡേയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് രാത്രിയെന്നോ പകലെന്നോ വേർതിരിക്കാനാവാത്ത വിധം ഭൂമി മുഴുവനും ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ നമ്മുടെ ഒരു സ്വകാര്യ വാഹനത്തിലോ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ നമ്മുടെ നിരത്തിലൂടെ സഞ്ചരിച്ചാൽ തന്നെ നമ്മുടെ കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്ന വിധത്തിൽ ഒരു രാത്രിയെ പകലിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്രയധികം അനാവശ്യമായ ലൈറ്റുകളുടെ ഉപയോഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബാധിക്കുന്നത് നമ്മെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മറ്റു ജീവജാലങ്ങളെയാണ്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം, കൂടുകൂട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഈ പ്രകാശം ബാധിക്കുകയും ഈ ജീവികളെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മനുഷ്യനും സ്വാഭാവികമായ ഒരു ഡേ നൈറ്റ് സൈക്കിളിനെ ഭംഗം വരുത്തിക്കൊണ്ട് നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ, നമ്മുടെ ജീവിതചര്യകളെ എല്ലാം താളം തെറ്റിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി തരാനും അതുമൂലം പല ആരോഗ്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു. നമ്മെപ്പോലെ തന്നെ ജീവികളെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളേവരും വായിച്ചു കാണും ചിലപ്പോൾ, നിപ്പ എന്ന് പറയുന്ന ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് കേരളത്തിൽ. അത് അത്രയധികം ഭയാനകമായ ഒരു രോഗമാണ്. അതിന്റെ പിന്നിൽ വവ്വാലുകളുടെ ഉള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വവ്വാലുകളുടെ ശരീരത്തിൽ വസിക്കുന്ന ഒരു പ്രത്യേകതരം വൈറസ് ആണെന്ന് കണ്ടെത്തപ്പെടുകയുണ്ടായി. എന്നാൽ ഇത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട ഒരു വൈറസ് അല്ല. എല്ലാ വവ്വാലുകളുടെയും ശരീരത്തിൽ ആദ്യമേ കാലം മുതലേ ഉള്ള ഒരു വൈറസാണ് ഇത്. പക്ഷേ ഇത് അധികമായി ഉമിനീരിലൂടെ അല്ലെങ്കിൽ വവ്വാലുകളുടെ സ്രവങ്ങളിലൂടെ പുറത്തെത്തുന്നത് ഈ ജീവികൾക്ക് കഠിനമായ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് അവയുടെ സാധാരണമായ സന്തുലിതാവസ്ഥ, ഉദാഹരണത്തിന് വവ്വാലുകൾ കൂടുകൂട്ടുന്ന വലിയ മരങ്ങൾ, ഒരുമിച്ച് കോളനി പോലെ താമസിക്കുന്ന ഒരു ജീവിവർഗമാണ് വവ്വാലുകൾ. ഇവ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവയ്ക്ക് അവയുടെ സ്വാഭാവിക സമയത്ത് ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദമാണ് ഈ വവ്വാലുകളുടെ ഉമിനീരിൽ ഈ വൈറസുകളുടെ സാന്നിധ്യം കൂടുതലായി വരുത്താനുള്ള കാരണമെന്നും അങ്ങനെ അത് മനുഷ്യരിലേക്ക് എത്തുന്നു എന്നും പഠന റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നത് അതിന്റെ ഹോർമോണുകളെയും അതിന്റെ സ്രവങ്ങളെയും ബാധിക്കുന്നതും അത് എങ്ങനെ മനുഷ്യന്റെ ജീവനെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. ഇതുപോലെ നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ് പ്രകാശം, ശബ്ദം, വായു, ജലം എന്നിവയുടെ മലിനീകരണത്തിലൂടെ നമുക്ക് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ. അടുത്ത പോയിന്റാണ് മണ്ണിന്റെ മലിനീകരണം, സോയിൽ പൊല്യൂഷൻ. അതായത് വീണ്ടും നമ്മുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ മൂലം നമ്മൾ പ്രകൃതിയിലേക്ക് പുറന്തള്ളുന്ന പല മാലിന്യങ്ങളും ചെന്ന് തള്ളപ്പെടുന്നത് മണ്ണിലാണ്. ഈ മണ്ണിൽ മാലിന്യങ്ങൾ ചെന്ന് ചേർന്നാൽ ഈ മണ്ണിലൂടെ ഇവ നമ്മുടെ സസ്യങ്ങളിലേക്കും നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിലേക്കും ആഗിരണം ചെയ്യപ്പെടുകയും
അവസാനം അത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയാണ് എത്തുകയും ചെയ്യുന്നത്. ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമായി സോയിൽ പൊല്യൂഷൻ കണക്കാക്കപ്പെടുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിന് മുൻപ് സംഭവിച്ച എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുടെ ഉപയോഗവും അത് ഒരു പ്രദേശത്തിലുള്ള ജനങ്ങളെ എങ്ങനെ വളരെ ഗുരുതരമായി ബാധിച്ചു, ജനിക്കുന്ന കുട്ടികളെ അത്രത്തോളം ഭയാനകമായി ബാധിച്ചു എന്നുള്ളത് കേരളത്തിൽ എൻഡോസൾഫാന്റെ ഉപയോഗവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ന്യൂസ് റിപ്പോർട്ടുകളും വിവരങ്ങളും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ അതീവ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സോയിൽ പൊല്യൂഷനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും അവസാനമാണ് ആണവ മലിനീകരണം എന്നുള്ള പോയിന്റ്. ആണവ മലിനീകരണം എന്നുള്ളത് ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യപ്പെടാതെ അത് ഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് അത് ആണവ മലിനീകരണമാകുന്നത്. ഉദാഹരണത്തിന് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളുള്ള വസ്തുക്കൾ ശരിയായ രീതിയിൽ ഭൂമിയിൽ കുഴിച്ചിടുകയോ ഐസൊലേറ്റ് ചെയ്യുകയോ ചെയ്യാതെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ മനുഷ്യരെയും ജീവജാലങ്ങളെയും ബാധിക്കുകയും അത് പല വിധത്തിലുള്ള മാരകമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നമ്മുടെ കോശങ്ങളിലുള്ള മ്യൂട്ടേഷൻസ്, അതുവഴിയാകുണ്ടാകുന്ന ക്യാൻസറുകൾ, ജനിതക വൈകല്യങ്ങൾ അതായത് ജനറ്റിക് ഡിസോർഡേഴ്സ്, നമ്മുടെ ആയുർദൈർഘ്യത്തിന്റെ കുറവ് തുടങ്ങിയ ഒട്ടനവധി വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഈ ആണവ മലിനീകരണം കാരണമാകുന്നു. ഈ ആണവ മലിനീകരണം പ്രധാനമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾക്ക് ചുറ്റുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുകയോ, ഒരിക്കലും മനുഷ്യരാശി ഇനി പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ഒരു സംഭവമാണത്. ലോക ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടന്നിട്ടുള്ളതും ഇനി ഒരിക്കലും നടന്നുകൂടാ എന്ന് മനുഷ്യവംശം മുഴുവനും ആഗ്രഹിക്കുന്നതുമായ ഒരു കാരണമാണ്. പക്ഷേ നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും അവയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി ആണവ ആയുധങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലധികം സംഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഭൂമിയെ തന്നെ തകർക്കാനുള്ള പ്രഹരശേഷി കയ്യിൽ വെച്ചിരിക്കുന്ന ആയുധങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കണക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ആണവ ആയുധങ്ങളോ ആണവ നിലയങ്ങളോ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വ്യാപിപ്പിക്കുന്ന ആണവ മാലിന്യങ്ങളാണ് ഇത്തരത്തിലുള്ള മലിനീകരണത്തിന് കാരണമാകുക. ഇത്തരത്തിൽ പ്രധാനമായും 6 തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണങ്ങളെയാണ് നമുക്ക് തരംതിരിക്കാനാവുക. ഈ മലിനീകരണങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നാം നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചില പ്രവർത്തികളാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പെട്രോളിയത്തിന്റെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഇന്ധനങ്ങൾ, പെട്രോൾ, ഡീസൽ മുതലായ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം, കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാവുന്ന അളവിലും കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രകൃതിയിലുള്ള വിഭവങ്ങളെ അമിതമായി നമ്മൾ ചൂഷണം ചെയ്യുന്നത്, മാലിന്യങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാതെ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ അവയെ റീസൈക്കിൾ ചെയ്യാതിരിക്കുന്നത്, ഇലക്ട്രോണിക് വസ്തുക്കളിൽ നിന്നുള്ള വേസ്റ്റ്, പ്ലാസ്റ്റിക്, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മുതലായവ അശാസ്ത്രീയമായി ഉപേക്ഷിക്കപ്പെടുന്നത്, ലൗഡ് സ്പീക്കറുകളും വാഹനങ്ങളും യന്ത്രങ്ങളും ഇവയിൽ നിന്നെല്ലാമുള്ള ശബ്ദത്തെ ക്രമീകരിക്കാതെ അനിയന്ത്രിതമായി പുറന്തള്ളുന്നത്, കൃത്രിമമായ പ്രകാശത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗം, അതായത് ഇതിനൊന്നും ഒരു ലിമിറ്റില്ലാതെ ഏതു സമയത്തും എത്രത്തോളം അളവിലും പ്രകാശം ഉപയോഗിക്കാമെന്നുള്ള നമ്മുടെ ഒരു മാനസിക നില, ആണവ മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ പുറന്തള്ളൽ, ഇവയെല്ലാമാണ് ഇത്തരത്തിലുള്ള മലിനീകരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതാണ് പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ: ആഗോള താപനവും പരിസ്ഥിതി മലിനീകരണവും അതിന്റെ പ്രത്യാഘാതങ്ങളും. ഇനി ഇവയെക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമുക്ക് കൂടുതൽ വിശദമായി ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ ഗ്രന്ഥം പലയിടങ്ങളിലായി പ്രകൃതിയെയും ജീവജാലങ്ങളെയും കുറിച്ചും അവയോട് നാം സ്വീകരിക്കേണ്ട ആദരവ് എന്ന മനോഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം പറയുന്നുണ്ട്, എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും മനുഷ്യനെ അവിടെ ആക്കിയെന്ന് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലേക്ക് ആക്കുമ്പോൾ കരുതുക, സംരക്ഷിക്കുക, മേൽനോട്ടം വഹിക്കുക, നിലനിർത്തുക എന്നൊക്കെയാണ് കൃഷി ചെയ്യുക എന്നതുകൊണ്ട് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുമുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ് എന്ന്. ഭൂമി കർത്താവിൻ്റെതാകയാൽ വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ സംരക്ഷിക്കാനും അതിന്റെ ഫലദായകത്വം ഉറപ്പുവരുത്തുവാനുള്ള കടമ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനുണ്ട്. പിന്നീട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, 13-ാം അധ്യായം 5-ാം വാക്യം, സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. ഈ വചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ സൃഷ്ടിജാലങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിനെയാണെങ്കിൽ
സൃഷ്ടിജാലങ്ങളോടും പ്രകൃതിയോടുമുള്ള അതിക്രമം സൃഷ്ടാവിനോട് തന്നെയുള്ള ഒരു അതിക്രമമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥവും നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇനി പുതിയ നിയമത്തിലേക്ക് നാം വരികയാണെങ്കിൽ ഈശോ പലയിടങ്ങളിലായി തന്റെ ലളിതമായ ഉപമകളിൽ പ്രകൃതിയുടെ റെഫറൻസുകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രകൃതിയുമായി സ്ഥിരമായ നിരന്തരമായ ബന്ധം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈശോയുടെ ഓരോ പ്രവൃത്തികളിലും, ഈശോയുടെ ഓരോ അത്ഭുതങ്ങളിലും, ഈശോയുടെ ഓരോ പ്രസംഗങ്ങളിലും, ഈശോയുടെ പ്രാർത്ഥനകളിൽ പോലും പുതിയ നിയമം മുഴുവനും പ്രകൃതിയും പ്രകൃതിയുടെ പശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളാകുന്നുണ്ട് എന്നുള്ളത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ലോകത്തിലുള്ള സൗന്ദര്യത്തിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ യേശുവിന് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഈശോ പല ദേശങ്ങളിലൂടെയും പലപ്പോഴായി സഞ്ചരിച്ചു. അപ്പോഴെല്ലാം ഈശോ പ്രകൃതിയിൽ തന്റെ പിതാവായ ദൈവം വിതച്ച സൗന്ദര്യത്തെ ധ്യാനിക്കുമായിരുന്നു. സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം നൽകുന്ന സന്ദേശം കണ്ണു തുറന്ന് കാണുവാൻ ഈശോ ശിഷ്യന്മാരെ ക്ഷണിച്ചു. നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളിൽ നിന്ന് വളരെ വലുതായി മാറുന്നു എന്ന് ഈശോ പറഞ്ഞു. ഈശോ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന് എല്ലാ സൃഷ്ടികളോടുമുള്ള പിതൃസഹജമായ ബന്ധം തിരിച്ചറിയുന്നതിന് അവരെ ക്ഷണിക്കുമായിരുന്നു. 5 കുരുവുകൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞതായി നാം കാണുന്നു. ഈശോ പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചു. വിസ്മയാവഹമായ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ പ്രകൃതിയെ പലപ്പോഴായി ഈശോ ഉപയോഗിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും തന്റെ ഉപമയിലെ കഥാപാത്രങ്ങളായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതിൽ നിന്ന് തന്നെ ഈശോ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും പ്രകൃതിയെ ആദരവോടെ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും നമുക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഇനി അടുത്തതായി നമ്മുടെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ പ്രകൃതിയെക്കുറിച്ച് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പല സഭാപിതാക്കന്മാരും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി തന്നെ സഭാപിതാവായ മാർ അപ്രേം വിശ്വാസഗീതങ്ങൾ എന്ന തന്റെ കൃതിയിൽ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിൽ പ്രതിഫലിക്കുന്ന ദൈവത്തിന്റെ കരവിരുതിനെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാർ അപ്രേമിന്റെ വീക്ഷണമനുസരിച്ച് സൃഷ്ടികളെല്ലാം നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നുവെന്നും ഇവയെല്ലാം തമ്മിലൊരു ബന്ധം നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പ്രകൃതി ലോകത്തെ വരച്ചു കാണിക്കുന്നു, പ്രകൃതി ദൈവത്തെ വരച്ചു കാണിക്കുന്നു. അദ്ദേഹം പറയുന്നു 3 തലങ്ങളിൽ ഒരു ബന്ധം നിലനിൽക്കുന്നു. മനുഷ്യവർഗം മുഴുവൻ തമ്മിലുള്ള ഒരു ബന്ധമാണത്. സൃഷ്ടപ്രപഞ്ചം മുഴുവനും തമ്മിലുള്ള ഒരു ബന്ധമാണത്. നാം കാണുന്ന ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള ഒരു ബന്ധമാണത്. ഇത്തരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച സംരക്ഷണത്തെക്കുറിച്ചും മനോഹരമായി മാർ അപ്രേം പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സഭാപിതാവായ വിശുദ്ധ ഇരണൈവോസ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രകൃതി ദൈവത്താൽ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത ഭവനമാണ് എന്നുള്ളതാണ്. ഇനി വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്: തുല്യവും പരമോന്നതവും മാറ്റമില്ലാത്ത നന്മയുമായ പരിശുദ്ധ ത്രിത്വമാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. ഇവയാകട്ടെ തുല്യമോ പരമോന്നതമോ അല്ല, എങ്കിലും ഓരോന്നും അതിൽ തന്നെ നല്ലതാണ്. അവയുടെ യോജിപ്പാണ് പ്രപഞ്ചത്തെ അത്ഭുതകരമായ ഐക്യത്തിലും സൗന്ദര്യത്തിലും നിലനിർത്തുന്നത് എന്ന്. ഇത്തരത്തിൽ പല സഭാപിതാക്കന്മാരും പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നിരന്തരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റവും അധികം വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന, ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഏകദേശം 50 വർഷത്തിലേറെയായി പരിശുദ്ധ കത്തോലിക്ക സഭ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പല മാർപ്പാപ്പമാരും ഈ കാര്യത്തെ വളരെ ഗൗരവപൂർവ്വം വിശകലനം ചെയ്യുകയും നമുക്ക് ഔദ്യോഗികമായ ചാക്രിക ലേഖനങ്ങളും മാർഗരേഖകളും തന്നിട്ടുമുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം ലോകസമാധാനത്തിന് വലിയ ഭീഷണിയാണെന്ന് 1989 ലോകസമാധാന സന്ദേശത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചു. സത്യത്തിൽ സ്നേഹം എന്നുള്ള തന്റെ ലേഖനം വഴി ഇങ്ങനെ പഠിപ്പിച്ചു: സമാധാനം പരിപോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയെ പരിരക്ഷിക്കുക. പരിസ്ഥിതി എല്ലാവർക്കുമുള്ള ദൈവത്തിന്റെ ദാനമാണ്. അത് കൈകാര്യം ചെയ്യുന്നവർ പാവപ്പെട്ടവരോടും വരും തലമുറയോടും മാനവരാശി മുഴുവനോടുമുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം മറക്കരുത് എന്ന് വളരെ പ്രാധാന്യത്തോടെ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് ആധുനിക ലോകത്തിൽ വളരെയധികം സംസാര വിഷയമായ ലോകശ്രദ്ധ നേടിയ ഒരു ചാക്രിക ലേഖനമാണ് 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതി എന്നുള്ളതാണ് ഇതിന്റെ മലയാള പരിഭാഷ. ഈ ചാക്രിക ലേഖനത്തിന്റെ 4-ാം അധ്യായം സമഗ്രമായ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വിജ്ഞാന കോശമാണ്. പ്രകൃതിയും അതിൽ വസിക്കുന്ന സമൂഹവും തമ്മിൽ നിലവിലിരിക്കുന്ന ബന്ധമാണ്
ഈ പരിസ്ഥിതി വിജ്ഞാനത്തിന്റെ പ്രധാന ഉള്ളടക്കം. പ്രകൃതിയെ മനുഷ്യകുലത്തിന്റെ മുഴുവനും പൊതുഭവനമായിട്ടാണ് പരിശുദ്ധ പിതാവ് ഇതിൽ കാണുന്നതും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനം പ്രസിദ്ധപ്പെടുത്തി 8 വർഷങ്ങൾക്ക് ശേഷവും മതിയായ പ്രതികരണം ഇതിനെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും ഉണ്ടാകാത്തതിനാൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും ഓർമ്മപ്പെടുത്താൻ 2023 ഒരു അപ്പസ്തോലിക പ്രബോധനം ലൗദാത്തെ ദേവും, ദൈവത്തെ സ്തുതിക്കുവിൻ എന്നുള്ള പേരിൽ പുറപ്പെടുവിച്ചു. സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ആദരവ് 7-ാം പ്രമാണത്തിന്റെ ഭാഗമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. മൃഗങ്ങളും സസ്യങ്ങളും അചേതന വസ്തുക്കളും ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ഭാവി കാലത്തിലെയും മനുഷ്യവർഗത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ 2 പ്രബോധനങ്ങളും ആധുനിക ലോകത്ത് വളരെയധികം ചർച്ചാ വിഷയമാവുകയും ലോക നേതാക്കളും പാരിസ്ഥിതിക സംഘടനകളും ഈ കാര്യത്തിൽ നിലപാടുകൾ എടുക്കാൻ, നിയമങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണവും ധാർമ്മികതയും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്കും ഭൂമിയിൽ നന്നായി ജീവിക്കാൻ കഴിയണമെന്നുള്ളത് നമുക്ക് അവരോടുള്ള ഉത്തരവാദിത്വമാണ്. ഈശോയുടെ വ്യക്തിജീവിതത്തെ അനുഗമിക്കുന്നതാണ് ക്രൈസ്തവ ധാർമ്മികത എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സത്യത്തിന്റെ പ്രഭ എന്ന ചാക്രിക ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സൃഷ്ടിവസ്തുക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും അതിൽ ദൈവത്തിന്റെ കരവേലയെക്കുറിച്ച് ധ്യാനിക്കാനും ഈശോ നമ്മെ ക്ഷണിക്കുന്നു. ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ നന്മയും പൂർണ്ണതയുമുണ്ട്. 6 ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ സൃഷ്ടിയും നല്ലതാണെന്ന് ദൈവം കണ്ടു. പിതാവും പുത്രനും കാണിച്ചു തരുന്ന ഈ മനോഭാവമാണ് ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടത്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് ദൈവം നിരീക്ഷിച്ച് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മലിനമാക്കുന്നത് വലിയ തിന്മയാണ്. അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവന്റെയും അടിസ്ഥാനമായ ദൗത്യമാണ്, കടമയാണ്. അതിനായി ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാൻ സാധിക്കും. അതായത്, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി നാം തന്നെ തിരഞ്ഞെടുക്കണം. കൺസ്യൂമറിസം നമ്മെ കീഴടക്കാതെ, ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരകളാകാതെ, വസ്തുവകകൾ വാരിക്കൂട്ടി ഉപേക്ഷിക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് മാറി മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ നമുക്കാവണം. പ്രപഞ്ചവും അതിലുള്ളതും വരും തലമുറയ്ക്ക് വേണ്ടി അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഉപയോഗത്തിൽ മിതത്വം പാലിക്കാൻ നമുക്കാവണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിയന്തര പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു കടമയും നമുക്കുണ്ട്. ഇപ്പോൾ നിലവിലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മൂലകാരണം നമ്മുടെ പ്രവൃത്തികളാണെന്നും അവയെ തടയേണ്ടതാണെന്നുള്ള ബോധവൽക്കരണം നടത്താൻ നാം ബാധ്യസ്ഥരാണ്. പരിസ്ഥിതി മലിനീകരണത്തിനിടയാകുന്ന പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം, നദികളും തടാകങ്ങളും മലിനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നിരുത്സാഹപ്പെടുത്താനും തടയാനും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ അതിനോട് പ്രതികരിക്കാനും അവയ്ക്കെതിരെ നടപടിയെടുക്കാനും നമുക്ക് സാധിക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തി അതിന് ബദലായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തി പ്രചരിപ്പിക്കാൻ നമുക്കാവണം. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്ത് ഭൂമിക്ക് ദോഷമല്ലാത്ത വിധത്തിൽ മാലിന്യങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്കാവണം. മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടവയല്ല, കൂമ്പാരമാക്കപ്പെടേണ്ടവയല്ല. നമ്മുടെ നിയന്ത്രണത്തിലുള്ള സംരംഭങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും പരിസ്ഥിതിയെ മലിനമാക്കുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്താൻ ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കാവണം. പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഗ്രീൻ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും തണൽ വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തുന്ന പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നമുക്ക് സാധിക്കണം. അങ്ങനെ നാം ജീവിക്കുന്ന ഈ ഭൂമി മനുഷ്യനുൾപ്പെടെ ചെറുതും വലുതുമായ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ്. പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും സംരക്ഷണം ഈ വാസസ്ഥാനത്തിന്റെ സന്തുലിതമായ നിലനിൽപ്പിന് ആവശ്യമുണ്ട്. ഇവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയെ ഇനിയും മനോഹരമായി സൂക്ഷിച്ചുകൊണ്ട്, ഭാവി തലമുറയ്ക്ക് വേണ്ടി ദൈവം എങ്ങനെ അതിനെ ആദിയിൽ സൃഷ്ടിച്ചുവോ അതുപോലെ തന്നെ അതേ സൗന്ദര്യത്തിലും അതേ രൂപത്തിലും അതേ ഭാവത്തിലും കൈമാറിക്കൊണ്ട് പ്രകൃതിയോടും നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളോടും അതിലുപരി ദൈവത്തോടുമുള്ള നമ്മുടെ കടമ നമുക്ക് നിറവേറ്റാം. ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിയുടെ മകുടമായി നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഈ സൃഷ്ടിയെ പരിപാലിക്കാനാണ്, അത് മറ്റൊരു തലമുറയ്ക്ക് കൈമാറാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയോട് ചെയ്യുന്ന എല്ലാ അതിക്രമവും സൃഷ്ടാവിനോട് ചെയ്യുന്ന അതിക്രമമാണെന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉപവിപ്രവൃത്തിയാണ്. പ്രകൃതിയോട് ചെയ്യുന്ന അതിക്രമം കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപവുമാണ്. ഇത്തരത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാകാം, അതിൽ നിന്ന് സൃഷ്ടാവിനെ അനുഭവിക്കുന്നവരാകാം, അതിലൂടെ സൃഷ്ടാവിനെ പകർന്നു കൊടുക്കുന്നവരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.